അനോമി ഒരു കിടിലൻ ബേസിക് സ്റ്റോറിയുള്ള ഒരു ഫിലിം. നമ്മുടെ മലയാളം ഫിലിമിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലില്ല. ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറി വന്നിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ ഇതുപോലെ കിടിലനായിട്ടുള്ള സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫിലിമിൻ്റെ കഥ കിടിലനാണെങ്കിൽ പോലും ഇതിൻ്റെ ഡയറക്ഷന് കുറച്ച് പാളിപ്പോയി. ഉള്ള പറയാലോ, ഡയറക്ഷൻ കുറച്ചായിട്ട് പാളിപ്പോയോട് ഇതിനെ ഈ പടത്തിന് കംപ്ലീറ്റ് ഔട്ട് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് അത്യാവശ്യത്തിൽ ലാഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ആ പെട്ടെന്ന് തീർന്നു ലാഗിലാണ് തോന്നുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിലൊക്കെ കുറച്ചൊരു ബൂസ്റ്റ് കയറും, പിന്നെയും കുറച്ച് ലാഗാവും, പിന്നെയും ബൂസ്റ്റ് കയറും. പിന്നെ ക്ലൈമാക്സ് കിട്ടുന്ന സമയത്ത് പീക്ക് അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ സ്റ്റോറി പറയുന്ന ടെല്ലിങ് അത് കിടിലനായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു, മ്യൂസിക്കും അത്യാവശ്യം നല്ല കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റഹ്മാൻ്റെ ക്യാരക്ടറിനെ പ്രത്യേകം പറയാം, ഞാനാണ് ഈ ഒരു ഫിലിമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിച്ചതെന്ന് പറയണം. ഈ ഭാവൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയായിട്ട് ഇവർക്ക് വലിയ അത്ര ഒരു പ്രകടനം എനിക്ക് മികച്ചായി തോന്നിയില്ല, എന്നാലും മികച്ചായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് എനിക്കൊരു കൺവിൻസിങ് ആയില്ല, ചില സ്ഥലത്തൊക്കെ എനിക്ക് കൺവിൻസിങ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചില ക്യാരക്ടറൊക്കെ നാടകത്തിൽ കഥ പറയുന്നത് അതിലിങ്ങനെ ഡയലോഗ് പറയില്ല, ഇങ്ങനെ കാണപ്പാടം പഠിച്ചിട്ട് ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഫിലിമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആവറേജ് താഴെ നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി ഇത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് വേണം ഈ പടം കാണാം. അത്രയും കിടിലൻ പടം, അത്രയും കിടിലൻ സ്റ്റോറിയാണ് ഇതിൻ്റെ. അതായത് നമ്മളൊരു ഹോളിവുഡ് ഫിലിമൊക്കെ കാണാൻ ഇത് കണ്ട് കുത്തിരിക്കുന്നതെന്ന് തോന്നിപ്പോൾ. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മാതിരി കിടിലൻ സ്റ്റോറി ഉണ്ടായിട്ടും പടം അത്ര ഒരു ബെസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്.